കത്തോലിക്ക സഭയിൽ മെയ് 8 എന്ന തീയതിക്ക് ഇപ്പോൾ ഇരട്ടി പ്രാധാന്യമാണുള്ളത്. സഭയുടെ സംരക്ഷകനായ വിശുദ്ധ മിഖായേൽ മാലാഖയുടെ അത്ഭുത പ്രത്യക്ഷീകരണങ്ങളുടെ ഓർമ്മ പുതുക്കുന്ന അതേ ദിവസം തന്നെയാണ് ലിയോ 14 മാർപ്പാപ്പ തെരഞ്ഞെടുക്കപ്പെട്ടതും. 4 പ്രാവശ്യമാണ് ഇറ്റലിയിലെ ഗാർഗാനോ പർവ്വതത്തിൽ വിശുദ്ധ മിഖായേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ടത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഗാർഗാനോ എന്ന ആളുടെ കാളക്കൂട്ടത്തിൽ നിന്ന് ഒരു കാള ഗുഹയ്ക്ക് മുന്നിൽ ഒറ്റപ്പെട്ടു നിന്നു. ദേഷ്യം വന്ന ഗാർഗാനോ അതിനെ അമ്പെയ്തു. എന്നാൽ അത്ഭുതകരമായി ആ അമ്പ് വായുവിൽ വെച്ച് തിരിയുകയും ഇത് ഗാർഗാനോയുടെ ശരീരത്തിൽ വന്ന് തന്നെ തറയ്ക്കുകയും ചെയ്തു. ഈ സംഭവത്തിന് പിന്നാലെ ബിഷപ്പിന് ദർശനം നൽകിയ മിഖായേൽ മാലാഖ ആ ഗുഹ തനിക്ക് പ്രിയപ്പെട്ടതാണെന്നും അവിടെ പ്രാർത്ഥിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഇതിനുശേഷം 492 ബൈസന്റൈൻ വംശജരും ലംബാർഡുകളും തമ്മിൽ യുദ്ധം നടന്നു. ഈ സമയം ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് നാടിനെ രക്ഷിക്കാൻ ബിഷപ്പ് മിഖായേൽ മാലാഖയുടെ സഹായം തേടി പ്രാർത്ഥിച്ചു. ബിഷപ്പിന് പ്രത്യക്ഷപ്പെട്ട മിഖായേൽ മാലാഖ യുദ്ധസമയത്ത് താൻ കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകി. അങ്ങനെ അവർ ആ യുദ്ധത്തിൽ വിജയം നേടി. മെയ് 8 നടന്ന ആ യുദ്ധത്തിൽ ഇടിമിന്നലിന്റെയും ഭൂകമ്പത്തിന്റെയും അകമ്പടിയോടെ വിശ്വാസികൾ വലിയ വിജയം നേടി. ഇതിന്റെ ഓർമ്മയ്ക്കാണ് മെയ് 8 തിരുനാളായി ആഘോഷിക്കുന്നത്. വിജയത്തിന് ശേഷം ബിഷപ്പ് അവിടെ ഒരു ദേവാലയം പണിയാൻ തീരുമാനിച്ചു. എന്നാൽ ആ ദേവാലയം ഞാൻ തന്നെ പണിതു കഴിഞ്ഞു എന്നായിരുന്നു മാലാഖയുടെ സന്ദേശം. ബിഷപ്പും വിശ്വാസികളും ഗുഹയിലെത്തിയപ്പോൾ അവിടെ ഒരു വലിയ ബലിപീഠവും കുരിശും മാലാഖയുടെ പാദമുദ്രയും നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതിനാൽ ഈ ദേവാലയത്തെ സ്വർഗീയ ബസിലിക്ക എന്ന് വിളിക്കുന്നു. 1656 നാട്ടിൽ പ്ലേഗ് പടർന്നു പിടിച്ചപ്പോൾ ബിഷപ്പ് മിഖായേൽ മാലാഖയോട് പ്രാർത്ഥിച്ചു. മാലാഖ പ്രത്യക്ഷപ്പെട്ട് ഗുഹയിലെ കല്ലുകളിൽ മിഖായേൽ മാലാഖ എന്ന് കൊത്തിവെക്കാൻ പറഞ്ഞു. ആ കല്ലുകൾ ഭക്തിയോടെ കൈവശം വെച്ചവരെല്ലാം പ്ലേഗ് രോഗത്തിൽ നിന്ന് മാലാഖ അത്ഭുതകരമായി രക്ഷിച്ചു. 4 പ്രാവശ്യമാണ് വിശുദ്ധ മിഖായേൽ മാലാഖ അവിടെ പ്രത്യക്ഷപ്പെട്ടത്. സഭയെ തിന്മകളിൽ നിന്ന് സംരക്ഷിക്കുന്ന കാവൽക്കാരനാണ് വിശുദ്ധ മിഖായേൽ മാലാഖ. വിശുദ്ധ മിഖായേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ട അതേ ദിനത്തിൽ തന്നെ ലിയോ 14 മാർപ്പാപ്പ തെരഞ്ഞെടുക്കപ്പെട്ടത് സഭയ്ക്ക് വലിയൊരു അനുഗ്രഹമായി വിശ്വാസികൾ കാണുന്നു. വിശുദ്ധ മിഖായേൽ മാലാഖയുടെ സ്വർഗീയ സംരക്ഷണം പാപ്പയുടെ ഭരണകാലത്തും സഭയ്ക്ക് കരുത്തേകുമെന്ന് വിശ്വാസികൾ വിശ്വസിക്കുന്നു.